ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓഫർ ഓഹരി. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കോൾ റേഷ്യോ ബാക്ക് സ്പ്രെഡിനെ പറ്റി ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി നമുക്ക് എക്സ്പയറി ഡേക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സ്ട്രാറ്റജിയാണ്. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി അനുസരിച്ച് എക്സ്പയറി ഡേയിൽ നമ്മൾ 24,250 ഇൻ ദ മണിയിലുള്ള കോൾ ഓപ്ഷൻ സെല്ല് ചെയ്യും. അതുപോലെ 24,350 അറ്റ് ദ മണിയിലുള്ള 2 ലോട്ട് കോൾ ഓപ്ഷൻ ബൈ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത് ഇന്നത്തെ എക്സ്പയറി ആണ്. അപ്പോൾ ഇതനുസരിച്ച് നമുക്ക് വരുന്ന മാക്സിമം ലോസ് എന്ന് പറയുന്നത് 5,900 രൂപയാണ്. അതായത് മാർക്കറ്റ് ഈ ഒരു ലെവലിൻ്റെ ഉള്ളിൽ, അതായത് 24,271 24,429 ഇടയിൽ ക്ലോസ് ചെയ്തിട്ടുള്ള ലെവൽസിൻ്റെ ഉള്ളിലാണ് നമുക്ക് ഈ ലോസ് മാക്സിമം വരുന്നത്. അതല്ലെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ മാർക്കറ്റ് അപ്പ് ട്രെൻഡ് ആണെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് അൺലിമിറ്റഡ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു സ്ട്രാറ്റജി നമുക്ക് വേണമെങ്കിൽ ഇന്ന് ആൽഗോ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി നമുക്ക് എക്സ്പെർട്ട് ആയി മാത്രം യൂസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇവിടെ ക്രിയേറ്റ് സ്ട്രാറ്റജി കൊടുക്കാം. കോൺമാനിൽ പോവാം, ക്രിയേറ്റ് സ്ട്രാറ്റജി ക്ലിക്ക് ചെയ്യാം. ഇനി ഇവിടെ നമുക്ക് നിഫ്റ്റിന്ന് കൊടുക്കാം. ഇനി ഇവിടെ എൻട്രി വെൻ നമുക്കൊരു 9:20 എൻട്രി ചെയ്താൽ മതി. നമുക്ക് ടൈം ഓഫ് ദ ഡേ ഈസ് എബോ 9:20. 9:20 ശേഷം നമുക്ക് എൻട്രി ചെയ്താൽ മതി. നമുക്ക് എക്സിറ്റ് ചെയ്യേണ്ടത് ടൈം ഓഫ് ദ ഡേ ഈസ് എബോ 15. അതൊരു 3 മണിക്ക് എക്സിറ്റ് ചെയ്യുന്ന രീതിയിൽ, 3 മണിക്ക് ശേഷം എക്സിറ്റ് ചെയ്യുന്ന രീതിയിൽ. പിന്നെ നമുക്കിവിടെ വേറൊരു കണ്ടീഷനും കൊടുക്കണം. നമുക്ക് എക്സ്പയറി ഡേക്ക് മാത്രം മതി ഈ ഒരു സ്ട്രാറ്റജി. അപ്പോൾ നമുക്ക് ഡേ ടു എക്സ്പയർ കാണാം ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് എക്സ്പയറി ഡേ മാത്രമായിട്ട് സെലക്ട് ചെയ്ത് തരും. ഇനി ഇവിടെയാണ് നമ്മൾ ആ ഒരു സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് അറ്റ് ദ മണിയിലുള്ള 2 ലോട്ട് ബൈ ചെയ്യാണ് ചെയ്യേണ്ടത്. അതിനുശേഷം ഇൻ ദ മണിയിലുള്ളത്, അപ്പോൾ 2 സ്ട്രൈക്ക് മുകളിലുള്ള ഇൻ ദ മണിയിലുള്ള 1 ലോട്ട് സെല് ചെയ്യണം. അപ്പോൾ നമ്മളിവിടെ സ്റ്റോപ്പ് ലോസും പ്രോഫിറ്റ് ഒന്നും കൊടുക്കുന്നില്ല, നമ്മൾ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ നമുക്കിവിടെ ഏകദേശം ഒരു ഐഡിയ വന്നിട്ടുണ്ട് ഒരു സ്ട്രാറ്റജിയുടെ മൂവ്മെൻറ്റ് എങ്ങനെയാണെന്ന്. നമുക്ക് ലൈവ് മാർക്കറ്റിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇവിടെ സ്റ്റോപ്പ് ലോസും പ്രോഫിറ്റും കൊടുക്കാത്തത്. ഇനി നമുക്കത് ലൈവിലേക്ക് മാറ്റാം. നമുക്ക് പേപ്പർ ട്രേഡാണ് നോക്കുന്നത്. കോൾ റേഷ്യോ ബാക്ക് സ്പ്രെഡ്. ഓക്കെ, സബ്മിറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ കോൾ റേഷ്യോ ബാക്ക് സ്പ്രെഡ് ഇപ്പോൾ റൺ ചെയ്യാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ലൈവ് പെർഫോമൻസ് എങ്ങനെയാണെന്ന് ഇതിൻ്റെ നോക്കാം. അപ്പോൾ നമ്മുടെ ആൽഗോ 9:20 തന്നെ കറക്റ്റ് പൊസിഷൻസ് എടുത്തിട്ടുണ്ട്. അതായത് 24,300 കോൾ ഓപ്ഷൻ 2 ലോട്ട് 41:30 ബൈ എടുത്തിട്ടുണ്ട്. അതേസമയം തന്നെ 24,200 കോൾ ഓപ്ഷൻ 123:60 സെല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 9:20 24,300 ആയിരുന്നു അറ്റ് ദ മണി നിന്നിരുന്നത്. അതുകൊണ്ടാണ് 2 ലോട്ട് ബൈ ചെയ്തിരുന്നത്. അതേപോലെ തന്നെ 2 സ്ട്രൈക്ക് താഴെയുള്ള 24,200 കോൾ ഓപ്ഷൻ ഇൻ ദ മണി ആണ് സെല് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു സ്ട്രൈക്കിൻ്റെ പേ ഓഫ് ചാർട്ട് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം എക്സ്പയറി സെലക്ട് ചെയ്യാം. അതിനുശേഷം ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇവിടെ 24,200 സെല്ലാണ് നമ്മൾ ചെയ്യേണ്ടത്. 1 ലോട്ട് ആഡ് ചെയ്യാം. അതിനുശേഷം 24,300 അറ്റ് ദ മണി 2 ലോട്ട് ബൈ ചെയ്യാം. ഇപ്പോൾ നമുക്കിവിടെ പേ ഓഫ് ചാർട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സ്ട്രാറ്റജിക്ക് വേണ്ട മാർജിൻ എന്ന് പറയുന്നത് 37,000 രൂപയാണ്. 37,000 രൂപയ്ക്ക് മുകളിൽ നമുക്ക് മാർജിൻ വേണം ഈ ഒരു സ്ട്രാറ്റജി എക്സിക്യൂട്ട് ചെയ്യാനായിട്ട്. ഇനി നമ്മുടെ ബ്രേക്ക് ഇവൻ പോയിന്റ് എന്ന് പറയുന്നത് 24,250 24,350 ആണ്. അപ്പോൾ 24,250 താഴെയോ 24,350 മുകളിലോ പോയി കഴിഞ്ഞാലാണ് നമുക്ക് പ്രോഫിറ്റ് ആവുക. അപ്പോൾ നമുക്ക് ചാർട്ടിൽ ആ ഒരു ലെവൽസ് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കാം. 24,250 24,350. ഇപ്പോൾ 24,350 മാർക്ക് ചെയ്യാം. ഇനി 24,250 മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ബ്രേക്കൗട്ട് ബേസ് ചെയ്തിട്ടാണ് നമുക്ക് പ്രോഫിറ്റ് വരുന്നത്. ഇപ്പോൾ ബ്രേക്കൗട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ബ്രേക്കൗട്ട് ചെയ്തിട്ടുണ്ട്. 24,350 ലെവലിൽ ബ്രേക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പ്രോഫിറ്റ് എത്രയാണെന്ന് നോക്കാം.
ഇപ്പോൾ നമുക്ക് 1000 രൂപയ്ക്ക് മുകളിൽ പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട്. ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്, ചെറിയൊരു റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ ആ റെസിസ്റ്റൻസിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത റെസിസ്റ്റൻസ് വരുന്നത് ഈ ഒരു ഏരിയയിലാണ്. അതും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ മുകളിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. കാരണം പിന്നുള്ള റെസിസ്റ്റൻസ് വരുന്നത് ഈ ഒരു ലെവലിലാണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ റെസിസ്റ്റൻസ് ടച്ച് ചെയ്തപ്പോൾ നമുക്ക് പ്രോഫിറ്റ് 1000 രൂപയെന്ന് കണ്ടിരുന്നത്. ഇപ്പോൾ 1800 രൂപ പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട്. ഫസ്റ്റ് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 2000 രൂപയ്ക്ക് മുകളിൽ പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. ഇപ്പോൾ മാർക്കറ്റ് ഇപ്പോൾ രണ്ടാമത്തെ റെസിസ്റ്റൻസിലേക്ക് പോവുകയാണ്. ഓക്കെ, ഇപ്പോൾ രണ്ടാമത്തെ റെസിസ്റ്റൻസ് ടച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 3000 പ്രോഫിറ്റ് കാണിക്കുന്നുണ്ടായിരുന്നു. കണ്ടോ, ആ രണ്ടാമത്തെ റെസിസ്റ്റൻസ് ടച്ച് ചെയ്തപ്പോൾ 3000 പ്രോഫിറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി ആ റെസിസ്റ്റൻസ് രണ്ടാമത്തെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ നല്ലൊരു പ്രോഫിറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ മാർക്കറ്റ് നമ്മുടെ എക്സാക്റ്റ് നമ്മുടെ രണ്ടാമത്തെ റെസിസ്റ്റൻസ് ടച്ച് ചെയ്ത് മാർക്കറ്റ് താഴെ വരാണ്. അപ്പോൾ 24,350 ലെവൽ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 350 ബ്രേക്ക് ചെയ്തപ്പോൾ ചെറിയൊരു പ്രോഫിറ്റ് കാണിക്കുന്നുള്ളൂ. ഇപ്പോൾ ലോസിലേക്ക് ചെറുതായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ നല്ല രീതിയിൽ താഴേക്ക് വന്നിട്ടുണ്ട്. 24,350 ബ്രേക്ക് നല്ല രീതിയിൽ താഴേക്ക് വന്നിട്ടുണ്ട് മാർക്കറ്റ്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നമുക്ക് ലോസ് ആണ്. നമുക്ക് 350 അല്ലെങ്കിൽ 250 ബ്രേക്ക് ചെയ്താലോ നമുക്ക് പ്രോഫിറ്റ് ഉള്ളൂ. ഇപ്പോൾ നമുക്ക് 1000 രൂപയാണ് ലോസ് കാണിക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു ഏരിയയിൽ സപ്പോർട്ടുള്ളതായിട്ട് കാണാൻ സാധിക്കും. കണ്ടോ, ഈ ഒരു ഏരിയയിൽ ഒരു സപ്പോർട്ട് ഉണ്ട്. അപ്പോൾ ഒരു പക്ഷേ ഈ ഒരു സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് തിരിച്ചു കയറാനും ചാൻസ് ഉണ്ട്. നോക്കണമെങ്കിൽ സപ്പോർട്ട് ഒന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, നമ്മുടെ ആ സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് തിരിച്ചു കയറുന്നുണ്ട്. അപ്പോൾ 24,350 ലെവൽ ബ്രേക്ക് ചെയ്താലാണ് നമുക്ക് ഇനി പ്രോഫിറ്റ് ആവത്തുള്ളൂ. ഓക്കെ, മാർക്കറ്റ് ഇപ്പോൾ സൈഡ് വൈസ് തന്നെയായിരുന്നു ഇന്ന്. ആ ഒരു ലെവൽസിൻ്റെ ഉള്ളിൽ തന്നെയായിരുന്നു ട്രേഡ് നടന്നിരുന്നത്. നമ്മൾ മാർക്ക് ചെയ്ത ആ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസിൻ്റെ ഉള്ളിൽ തന്നെയായിരുന്നു ട്രേഡ് ചെയ്തിരുന്നത്. ഇപ്പോൾ 3 മണി ആവാറായി. അപ്പോൾ നമ്മുടെ സ്ട്രാറ്റജി 3 മണിക്ക് എക്സിറ്റ് ആവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ 350 ലെവൽ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പ്രോഫിറ്റ് ആയിരിക്കും. ഓക്കെ, നമുക്ക് ഫസ്റ്റ് റെസിസ്റ്റൻസിൽ വീണ്ടും ടച്ച് ചെയ്ത് നിൽക്കുകയാണ് മാർക്കറ്റ്. അപ്പോൾ അവിടെ നിന്ന് വീണ്ടും ഒരു സെൽ പ്രഷർ കാണിക്കുന്നുണ്ട്. ഇത് നമുക്ക് ചെറിയൊരു പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ 350 ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് റെസിസ്റ്റൻസ് കൂടി ഇനി ബ്രേക്ക് ചെയ്തിരുന്നെങ്കിൽ നല്ല പ്രോഫിറ്റ് കാണിച്ചാൽ. അപ്പോൾ കാലത്ത് നമുക്ക് ഈ ലെവലൊക്കെ വന്നപ്പോൾ ഒരു 1000-2000 രൂപ പ്രോഫിറ്റ് കാണിച്ചിരുന്നു. അതിനുശേഷം പ്രീമിയം മെൽറ്റ് ആയതുകൊണ്ടാണ് ഇപ്പോൾ പ്രോഫിറ്റ് വളരെ കുറവായിട്ട് കാണിക്കുന്നത്. ഇപ്പം ചെറിയ പ്രോഫിറ്റ് തന്നെയാണ്. ഇപ്പോൾ മാർക്കറ്റ് ഫസ്റ്റ് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് സെക്കൻഡ് റെസിസ്റ്റൻസിലേക്ക് പോകാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ സെക്കൻഡ് റെസിസ്റ്റൻസ് ഇനി ബ്രേക്ക് ചെയ്തെങ്കിൽ നല്ല രീതിയിൽ അപ്സൈഡ് മൂവ്മെൻറ്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇപ്പോൾ നമുക്ക് പ്രോഫിറ്റ് 1500 മുകളിൽ കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ 3 മണി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആൽഗോ ഇപ്പോൾ എക്സിറ്റ് ആയിട്ടുണ്ടാവും. നമ്മൾ 3 മണിക്കാണ് ടൈം കൊടുത്തിരുന്നത്. ഉണ്ടോ, നമ്മുടെ ആൽഗോയുടെ എക്സിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 791 രൂപ അവിടെ പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷമുള്ള ചാർട്ടാണ്. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ റെസിസ്റ്റൻസിൽ ടച്ച് ചെയ്തിട്ട് മാർക്കറ്റ് നല്ല രീതിയിൽ താഴേക്ക് വരികയാണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ ഹെഡ് ചെയ്ത് കാരണം കൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ ഏതെങ്കിലും ടൈമിൽ തന്നെ നമുക്ക് പ്രോഫിറ്റിൽ തന്നെ മാർക്കറ്റിൽ എക്സിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്.
അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ആൽഗോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കുണ്ടെങ്കിൽ ടാർഗറ്റും സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ 2000 2500 ടാർഗറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ 2500 3000 വരെ ഹൈ വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ടാർഗറ്റ് ഇന്ന് ഹിറ്റ് ചെയ്ത് തന്നെ. അപ്പോൾ അടുത്ത തവണ നോക്കുകയാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ എക്സ്പയറി ഡേക്ക് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് ജസ്റ്റ് 40,000 താഴെ ആയിരിക്കും മാർജിൻ വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് കോൺമാനിൽ വളരെ സിമ്പിളായിട്ട് തന്നെ ഈ ഒരു ആൽഗോ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ നമുക്ക് ഇവിടെ ബൈ എ പ്ലാൻ കാണാൻ സാധിക്കും. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ഇനി ഇവിടെ നമ്മൾ അപ്ലൈ കൂപ്പൺ ഉണ്ട്. ഇവിടെ നമ്മൾ നിക്കോളാസ് 15 എന്ന് ടൈപ്പ് ചെയ്യുക, എൻ ക്യാപിറ്റൽ ടൈപ്പ് ചെയ്യുക. അപ്ലൈ കൂപ്പൺ കൊടുത്തിട്ടുണ്ടെങ്കിൽ 15% ഡിസ്കൗണ്ട് കിട്ടുന്നതാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും പ്ലാൻ ബൈ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഒരു കൂപ്പൺ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡിസ്കൗണ്ട് കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എനിക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് നല്ല സ്ട്രാറ്റജീസ് വീഡിയോസ് ഞാൻ ചാനലോട് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും അടുത്ത ദിവസം വരാം. അതുവരെ നന്ദി, നമസ്കാരം.